ശ്രീദേവി, നാളെ കഴിഞ്ഞ് നമുക്ക് പുറപ്പെടാം. എവിടെ? പൂജയുടെ ബാക്കി അമ്പലങ്ങളിലൊക്കെ പോകണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാൻ മദിരാശി വെച്ച് ഒന്നുകൂടെ പരിശോധിപ്പിച്ചു, അവിടുത്തെ വലിയൊരു ഡോക്ടറെ കൊണ്ട്. അങ്ങേരും പറയുന്നു കുട്ടികളുണ്ടാകാൻ എനിക്കൊരു കുഴപ്പമില്ല. ആ, പൂജാരി പറഞ്ഞതുപോലെ നമുക്ക് രണ്ടുപേർക്കും കൂടെ അമ്പലങ്ങളൊക്കെ പോയെന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. അമ്മേ, ഇതിട്ടിട്ട് എന്തോ മാതിരി. നിങ്ങൾ മദ്രാസിൽ പോയി ഓരോന്ന് കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കുന്നു. നിനക്കും കാണാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കേ, മോളെ അയച്ചെന്നതാ. ഈ രാധാകൃഷ്ണൻ എന്തിനാ ഇവളുടെ കയറി നിൽക്കുന്നത്? അവൻ അവിടെ ചെന്നപ്പോ എടുത്തതായിരിക്കും. എനിക്ക് മോളെ കാണാഞ്ഞിട്ട് വിഷമമുണ്ട്. നമുക്കൊന്ന് ബാംഗ്ലൂർക്ക് പോ. ഇവിടെ ആള് വേണ്ടേ? നാളെ വാസം എങ്ങാട്ട് ചുറ്റാൻ പോവാ. ആ, നീ ഇതാ ഇത് നോക്ക്. അത്യാവശ്യമായിട്ട് സാറിനെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ? ഞങ്ങൾ പലയിടത്തും പോകുന്നതല്ലേ, ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. സജി, നീ ചുമ്മാ ചുറ്റിക്കിറങ്ങാതെ വീടിനകത്ത് തന്നെ ഇരിക്കണം. ഞങ്ങൾ തിരിച്ചു വരുന്നവരെ. വാസു, നമ്മുടെ ചാത്തുണിയേട്ടൻ മരിച്ചു. ഞങ്ങൾ പുറപ്പെട്ടിറങ്ങിയിരിക്കുകയാണല്ലോ. ഏതായാലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയതല്ലേ, ഞാൻ വേണ്ടത് ചെയ്തോളാം. വാസു വയ്ക്കൂ. അല്ല, വാസു വയ്ക്കുള്ളൂ, വയ്ക്കുള്ളൂ. മൊത്തം രൂപ എത്രയുണ്ട് സ്വാമി? അത് പറ. സേഫിലേത് കൂടി കൂട്ടി 17 ലക്ഷത്തി ചില്ലാൻ രൂപ വരും. അത് ബാംഗ്ലൂർക്ക് അയക്കണോ? വേണ്ട, ഉള്ളിടത്തോളം വേണം മദ്രാസിൽ കൊണ്ടുപോകണം. ഓ, സാറിനൊരു ടെലഗ്രാം. നോക്ക് സ്വാമി. ബാംഗ്ലൂരിൽ മോള് പഠിക്കുന്ന കോൺവെന്റ് ഉടൻ പുറപ്പെട്ടെല്ലാം